day, students. Today we shall look into furthermore topics related to energy from biomass. Now, let me just repeat. Biomass is the organic matter obtained from plants or animals and microorganisms, okay? So all of these, they may be growing on the land or in the water. So biomass is these plant or animal or microorganisms available on land or water. Or it can be the derivatives from these plants and animals. Okay. Now, biomass energy is called the energy derived from biomass. Okay. Here, the different environmental effects of biomass or the fuels available from biomass are listed. They are the biomass or biofuels, they can pollute air, but it is comparatively less than that of the fossil fuels. Fossil fuels pollute ചെയ്യുന്ന അത്ര ബയോമാസ് അല്ലെങ്കിൽ ബയോഫ്യൂവൽസ് എന്നുള്ള കമ്പഷൻ കാരണം ഉണ്ടാകുന്നില്ല. ഓക്കെ, ഇനി അടുത്തത്, they do not release greenhouse gases. ഇപ്പോൾ നമ്മൾ ബയോമാസ് നിന്ന് നമ്മൾ ബയോമാസ് കൺവേർഷൻ പ്രോസസ്സേഴ്സ് ആയ കമ്പഷൻ അല്ലെങ്കിൽ പൈറോളിസിസിലൊക്കെ നമ്മൾ ബയോമാസ് കത്തിക്കുകയാണല്ലോ. അപ്പോൾ കത്തിക്കുമ്പോൾ അതിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഗ്യാസസിൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇല്ല. ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്ന് പറയുന്നത് മെയിനായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൻ്റെ ടെമ്പറേച്ചർ കൂട്ടാൻ കാരണമായ ഗ്യാസാണ് ഗ്രീൻ ഹൗസ് ഗ്യാസ്. അതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ ഈ ബയോമാസിൽ കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസസ് എമിറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കുറച്ചും കൂടി ക്ലീനർ ഫ്യൂവലാണ് ബയോമാസ് എനർജി. Now the next effect is they do not produce pollutants like sulfur, which can lead to acid rain. ഓക്കെ, അപ്പോൾ ബയോമാസിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇടാവുന്ന ബൈ പ്രൊഡക്റ്റുകളിൽ നമുക്ക് എനർജി വേണം. കൂടാതെ ചിലപ്പോൾ നമ്മൾ ഒരു പ്രോസസ്സിൽ ബാക്കി വേറെ റിസൾട്ടുകളും വേറെ ബൈ പ്രൊഡക്ട്സും ഉണ്ടാവുമല്ലോ. ഇതിലിപ്പോൾ സൾഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ എയറിലേക്ക് സൾഫർ നമ്മൾ വെറുതെ സൾഫർ ഗ്യാസ് വിടുന്നില്ല കേട്ടോ. സൾഫർ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫാക്ടറികളിലൊക്കെ വലിയ കത്തിക്കുന്ന ഫാക്ടറികളിലൊക്കെ അവരുടെ ആ എമിഷൻ, ആ ഗ്യാസിൽ നിന്നൊക്കെ സൾഫർ കുറേ എമൗണ്ടിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അറ്റ്മോസ്ഫിയറിലേക്ക് സൾഫർ കടന്നു വരുമ്പോൾ മഴയായിട്ട് ആസിഡ് റെയിൻ ആയിട്ട് വീഴാൻ സാധ്യത കൂടുതലാണ്. ആസിഡ് റെയിൻ പെയ്യുമ്പോൾ ഈ ചെടികളുടെ മേലെ, ക്രോപ്സിന് മേലെ ഇത് വന്ന് വീഴാതെ ക്രോപ്സിനെ നശിപ്പിക്കും, അതിൻ്റെ എഫക്റ്റ് ചെയ്യിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ബയോമാസിന് കത്തിക്കണേൽ നമുക്ക് സൾഫർ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ആസിഡ് റെയിനിൻ്റെ സാധ്യതകളും കുറവാണ്. The next effect is that when biomass crops are grown, almost equivalent amount of carbon dioxide is absorbed by photosynthesis. അതായത് ചെടികളിൽ എനർജി വരുന്നത് തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് കാരണമാണ്. ഈ ഫോട്ടോസിന്തസിസിലാണ് സൺലൈറ്റിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ കാർബൺ ഡൈ ഓക്സൈഡും കൂടി വലിച്ചെടുത്തിട്ടാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് ഉണ്ടാകുന്നത്. ആക്ച്വലി എയറിലുള്ള കൂടുതൽ ഗ്രീൻ ഹൗസ് ഗ്യാസിനെ നമ്മൾ അബ്സോർബ് ചെയ്ത് അറ്റ്മോസ്ഫിയറിനെ കൂടുതൽ ക്ലീനർ ആക്കുക ചെയ്യണം ബയോമാസ് എന്ന് പറയുന്നത്, ക്രോപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബയോമാസ് എനർജി കിട്ടാൻ വേണ്ടി ആദ്യം നമ്മൾ ഈ പറയുന്ന ബയോമാസ് തരത്തിലുള്ള കുറച്ച് ക്രോപ്സിനെ നമുക്ക് കൃഷി ചെയ്യാമല്ലോ. അപ്പോൾ കൂടുതൽ അങ്ങനെ കൃഷി ചെയ്യുമ്പോൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ കൂടുതൽ വലിച്ചെടുക്കുക ചെയ്യണം. അപ്പം ആ അർത്ഥത്തിൽ ബയോമാസ് ഒരു സുപ്പീരിയർ ഫ്യൂവലാണ്. കാരണം ഇവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് കാർബണിനെ ന്യൂട്രലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് കാർബൺ സൈക്കിളിനെ ന്യൂട്രൽ ആക്കാൻ ശ്രമിക്കുന്നു. Now let us go through what is photosynthesis. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സാണ്. കാരണം ബയോമാസ് എന്ന് പറയുന്നത് ചെടികളാണ്, ചെടികളെ കഴിക്കുന്ന ആനിമൽസ് ഉണ്ട്, അതിൻ്റെയും ഡെറിവേറ്റീവ്സ് ഉണ്ട്, ഇതൊക്കെ കൂടുന്നതാണ് ബയോമാസ്. ഇതിൽ നിന്ന് കിട്ടുന്ന എനർജീനെ ബയോമാസ് എനർജി എന്ന് പറയും. അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ സൺലൈറ്റിനെ
plants energy ആയിട്ട് convert ചെയ്യുന്ന പ്രോസസ്സാണ് photosynthesis. So it is defined as the preparation of food by the leaves of green plants and microorganisms in the presence of sunlight, chlorophyll, water and carbon dioxide. Okay. അപ്പോൾ ലീവ്സ് പ്ലാന്റ്സിൻ്റെ ഗ്രീൻ പ്ലാന്റ്സിൻ്റെ ലീവ്സും ചില മൈക്രോ ഓർഗാനിസംസും അവർ ഈ എനർജി കൺവേർഷൻ നടത്തുന്നതിനെയാണ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. എനർജി കൺവേർഷൻ എന്ന് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്നത്. ഇത് നടക്കുന്നത് ചില കാര്യങ്ങളുടെ സാന്നിധ്യത്തിൽ മാത്രമാണ്. അതായത് സൺലൈറ്റ് വേണം, ക്ലോറോഫിൽ വേണം, ആ ഇലയിൽ വെള്ളം വേണം, കൂടാതെ കാർബൺ ഡയോക്സൈഡ് വേണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഫോട്ടോസിന്തസിസ് നടക്കൂ. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ആ പ്ലാന്റ് അല്ലെങ്കിൽ ആ മൈക്രോ ഓർഗാനിസത്തിൽ ഉണ്ടാവുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിന്റെ രൂപത്തിലാണ് എനർജി സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എയറിലേക്ക് ഓക്സിജനും വിടുന്നു. അപ്പോൾ ഈ ഫോട്ടോസിന്തസിന്റെ റിസൾട്ടായിട്ട് പ്ലാന്റ്സിലെ കാർബോഹൈഡ്രേറ്റ്സും എയറിലേക്ക് ഓക്സിജനുമാണ് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. Now, the conditions necessary for photosynthesis are that it should have light, it should have carbon dioxide and it should have a particular temperature. Light എന്ന് പറയുന്നത് നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്ന ലൈറ്റ്. ലൈറ്റ് എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം, വലിയൊരു സ്പെക്ട്രത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ്. ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറഞ്ഞാൽ എക്സ് റേസ്, ഗാമ റേസ്, അൾട്രാ വയലറ്റ് റേസ്, പിന്നെ വിസിബിൾ ലൈറ്റ്, പിന്നെ ഇൻഫ്രാറെഡ് റേസ്, റേഡിയോ വേവ്സ്, മൈക്രോവേവ്സ്, അങ്ങനെ നീണ്ടൊരു കാറ്റഗറിയാണ്. അതിൽ 400 തൊട്ട് 400 to 700 ആങ്സ്ട്രം വേവ് ലെങ്ത് വരെയുള്ള ലൈറ്റിനെയാണ് നമ്മൾ വിസിബിൾ ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവ് റേഡിയേഷൻ ഉണ്ടാവണം ഫോട്ടോസിന്തസിസ് നടക്കാൻ. ഓക്കെ. ഇനി രണ്ടാമത്തത് കാർബൺ ഡയോക്സൈഡ് വേണം. കാർബൺ ഡയോക്സൈഡ് കിട്ടുന്നത് ആനിമൽ റെസ്പിറേഷനിൽ നിന്ന്, ഇപ്പം നമ്മളുടെ ശ്വാസം, എല്ലാ മൃഗങ്ങളുടെ ശ്വാസത്തിൽ നിന്ന്, ഫ്യൂവൽ കമ്പഷനിൽ നിന്ന്, ഫ്യൂവൽ കത്തിക്കുമ്പോൾ, പിന്നെ ഓർഗാനിക് മാറ്റർ ഡീക്കേ ചെയ്യുമ്പോൾ, പിന്നെ ഓഷനിൽ നിന്ന്. ഈ ഓഷൻ എന്ന് പറയാൻ കാരണം ഓഷനിലും കുറേ മെറൈൻ പ്ലാന്റ്സും മെറൈൻ ആനിമൽസും ഇല്ലേ, അവരുടെ റെസ്പിറേഷനിൽ നിന്നും ആണ് ഓഷനിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് വരുന്നത്. ഓക്കെ. Now the next necessary condition is that it should have an optimum temperature range. പ്ലാന്റ് ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഒപ്റ്റിമം ടെമ്പറേച്ചർ റേഞ്ച് ഉണ്ടെങ്കിലാണ് അവിടെ ഫോട്ടോസിന്തസിസ് നടക്കുക. ആ റേഞ്ച് എന്ന് പറയുന്നത് 0 to 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. വളരെ കോൾഡ് നെഗറ്റീവ് ടെമ്പറേച്ചേഴ്സ് ഉള്ളിടത്തൊന്നും ചെടികൾ വളരില്ല. അതുപോലെ വളരെ ഹൈ ടെമ്പറേച്ചർ 60 ഡിഗ്രി സെൽഷ്യസിന് മേലെ ടെമ്പറേച്ചർ ഉള്ള സറൗണ്ടിങ്സിൽ ഒന്നും ചെടികളും വളരില്ല. ഫോട്ടോസിന്തസിസിൽ നമ്മൾ ഒരു ടേം പറയുന്നുണ്ട്. വാട്ട് ഡു യു മീൻ ബൈ ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി? ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരു ചെടിയിൽ എത്ര വന്നു വീഴുന്ന സൺലൈറ്റ് ഉണ്ടല്ലോ, ആ സൺലൈറ്റിന്റെ എത്ര ശതമാനമാണ് അതിൽ കെമിക്കൽ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യണേ എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ഇതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറയുന്നത് ഇറ്റ് ഇസ് ദ എനർജി സ്റ്റോർഡ് ഇൻ പ്ലാന്റ്സ് ആസ് കെമിക്കൽ എനർജി when expressed as the fraction of total insolation falling on the plant. ഇൻസുലേഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ആയിട്ടും ഡിഫ്യൂസ് ആയിട്ടും വരുന്ന റേഡിയേഷൻ ഉണ്ടല്ലോ, രണ്ടും കൂട്ടിയിട്ട് പറയുന്നതാണ് ഇൻസുലേഷൻ. അതായത് മൊത്തത്തിൽ വരുന്ന സൺലൈറ്റ്. ആ സൺലൈറ്റിന്റെ എത്ര ശതമാനം ആണ് എനർജി, കെമിക്കൽ എനർജി ആയിട്ട് പ്ലാന്റിൽ കൺവേർട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ് ഫോട്ടോസിന്തറ്റിക് എഫിഷ്യൻസി. We looked into a few of the methods to produce bioenergy. A few biomass conversion processes നമ്മൾ കണ്ടിരുന്നു, like combustion. Then we looked into pyrolysis. Then we looked into anaerobic conversion processes, anaerobic digestion processes, and ethanol fermentation. There are a few more methods to produce bioenergy. Few more biomass conversion processes ഉണ്ട്. They are densification, incineration, thermochemical conversion like gasification and liquefaction. Let's go through these 3 types of methods. First one is densification. ഈ പ്രോസസ്സിൽ
the bulky matter is reduced to a better volume to weight ratio. എന്ന് പറഞ്ഞാൽ കുറേ ബയോമാസിനെ നമ്മൾ അങ്ങോട്ട് കംപ്രസ് ചെയ്തിട്ട് വളരെ ചെറിയ ഒരു ഫ്രാക്ഷൻ, ചെറിയ ഒരു വോളിയത്തിലേക്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഇതെങ്ങനെ ചെയ്യുന്നേ? ബയോമാസ് ഇസ് കംപ്രസ്ഡ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. വെരി ഹൈ ടെമ്പറേച്ചറും വെരി ഹൈ പ്രഷറും ഉപയോഗിച്ചിട്ട് ബയോമാസിനെ നമ്മൾ ഒരു ഫാക്ടറിയിൽ ഇങ്ങനെ കംപ്രസ് ചെയ്യിപ്പിക്കും. കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കൺവേർട്ടഡ് ടു ബ്രിക്കറ്റ്സ് ഓർ പെല്ലറ്റ്സ്. പെല്ലറ്റ് രൂപത്തിലേക്ക് ഇതിനെ കംപ്രസ് ചെയ്തെടുക്കും. ആൻഡ് ദിസ് ഇസ് യൂസ്ഡ് ഇൻ ഡൊമസ്റ്റിക് ചൂലാസ് അല്ലെങ്കിൽ ബേക്കറീസ് ആൻഡ് ഹോട്ടൽസ്. ബയോമാസ് എനർജി ഉപയോഗിക്കുന്ന രീതിയിൽ സ്ഥലങ്ങളിൽ നമുക്കിത് പെല്ലറ്റുകളെ യൂസ് ചെയ്യാം. നെക്സ്റ്റ് മെത്തേഡ് ഇസ് ഇൻസിനറേഷൻ. ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ബേണിംഗ്. പക്ഷെ കത്തിക്കുന്നതിലുള്ള കുറച്ച് വ്യത്യാസമുള്ളൂ. ഹിയർ solid biomass is burned completely to ashes by high temperature oxidation. ഇതാണ് പ്രത്യേകത. വേറെ പ്രോസസ്സിൽ ചിലപ്പോൾ അത് കംപ്ലീറ്റ്ലി കത്തണമെന്നില്ല, കത്തിത്തീരണമെന്നില്ല. പക്ഷെ ഇവിടെ ആ ബയോമാസിനെ കംപ്ലീറ്റ് ആയിട്ട് ആഷ് ആയിട്ട് നമ്മൾ കത്തിക്കുകയാണ്. ഏത് ടെക്നിക്കില്? ഹൈ ടെമ്പറേച്ചർ ഓക്സിഡേഷൻ എന്ന് പറയുന്ന മെത്തേഡ്. ഇവിടെ ആ ബയോമാസിന്റെ വോളിയം 90% നമ്മൾ കുറയ്ക്കുന്നു. ഇറ്റ് ഇസ് റെഡ്യൂസിങ് ഇറ്റ്സ് വോളിയം ബൈ 90%. ഇൻസിനറേഷൻ വഴി നമുക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? ഹീറ്റ്, സ്റ്റീം ആൻഡ് ഇലക്ട്രിസിറ്റി ഇസ് പ്രൊഡ്യൂസ്ഡ്. Now the next method to produce bioenergy or the next biomass conversion process is thermochemical conversion. It has two techniques. First is gasification and next is liquefaction. Here in gasification, biomass is heated with limited oxygen. അപ്പോൾ കുറച്ച് ഓക്സിജൻ വെച്ചിട്ട് ബയോമാസിനെ കത്തിക്കുമ്പോൾ അതൊരു ലോ ഹീറ്റിംഗ് വാല്യൂ ഗ്യാസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ വേറെ രീതിയിൽ ചെയ്യുന്നത് ബയോമാസിനെ സ്റ്റീം ആൻഡ് ഓക്സിജൻ വെച്ച് കത്തിക്കും അറ്റ് ഹൈ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു കുറച്ചും കൂടി മീഡിയം ഹീറ്റിംഗ് വാല്യൂ ഉള്ള ഗ്യാസ് ആണ്. ഇപ്പൊ രണ്ട് രീതിയിൽ ഇതിനെ കത്തിച്ചാൽ ഒരു രീതിയിൽ ലോ ഹീറ്റിംഗ് വാല്യൂ ഗ്യാസ് കിട്ടുന്നു, മറ്റേ രീതിയിൽ മീഡിയം ഹീറ്റിംഗ് ഗ്യാസ് കിട്ടുന്നു, ഹീറ്റിംഗ് വാല്യൂ ഗ്യാസ് കിട്ടുന്നു. ഇനി ഇതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസിനെ നമ്മൾ പ്രൊഡ്യൂസർ ഗ്യാസ് എന്നാണ് വിളിക്കുന്നത്. പ്രൊഡ്യൂസർ ഗ്യാസിൽ ഉള്ളത് ഹൈഡ്രജൻ ഉണ്ടായിരിക്കും, കാർബൺ മോണോക്സൈഡ് ഉണ്ടായിരിക്കും, മീഥെയിൻ ഉണ്ടായിരിക്കും, കാർബൺ ഡയോക്സൈഡ് ഉണ്ടായിരിക്കും ആൻഡ് നൈട്രജൻ ഗ്യാസും ഉണ്ടായിരിക്കും. ഈ ഗ്യാസ് വെച്ചിട്ട് നമുക്ക് ഇതിനെ കത്തിച്ച് ഒന്നല്ലെങ്കിൽ ഹീറ്റ് അല്ലെങ്കിൽ സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്യാസ് വെച്ചിട്ട് നമുക്ക് ടർബൈൻ റൺ ചെയ്യിപ്പിച്ച് ടർബൈനിൽ നിന്ന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യിപ്പിക്കാം. ഓക്കെ. Now the next thermochemical conversion process is liquefaction. ഇവിടെ ബയോമാസിനെ നമ്മൾ ലിക്വിഡ് ആക്കാണ്. So biomass is liquefied through fast or flash pyrolysis. അപ്പൊ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ അതിനെ പൈറോളിസിസ്, അതായത് കത്തിക്കുക തന്നെ ഫാസ്റ്റ് അല്ലെങ്കിൽ ഫ്ലാഷ് പൈറോളിസിസ് നടത്തിയിട്ട് ഇതിനെ ബയോമാസിനെ ലിക്വിഡ് ആക്കി മാറ്റും. ആ കിട്ടുന്ന ഫ്യൂവലിനെ നമ്മൾ പൈറോലിറ്റിക് ഓയിൽ എന്നാണ് വിളിക്കുന്നത്. ഇനി വേറെ രീതിയിൽ ലിക്വിഫാക്ഷൻ ചെയ്യാം. അതായത് ബയോമാസ് ക്യാൻ ഓൾസോ ബി ലിക്വിഫൈഡ് ബൈ മെത്തനോൾ സിന്തസിസ്. ഈ സിന്തസിസ് കഴിഞ്ഞിട്ട് ഔട്ട്പുട്ട് കിട്ടുന്ന ഫ്യൂവൽ ലിക്വിഡ് എന്ന് പറയുന്നത് മെത്തനോൾ ആയിരിക്കും. Okay. That's all for today's session. Thank you.